എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നാളെ 2025 ആഗസ്റ്റ് മാസം 14 കർക്കിടക മാസം 29 വ്യാഴാഴ്ച. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജന്മലഗ്നത്തിൽ ശനിയും വ്യാഴം 4-ലും 12-ൽ രാഹുവും സഞ്ചരിക്കുന്ന സമയം. അശ്വതി നക്ഷത്രം വെള്ളിയാഴ്ച 3 നാഴികയ്ക്ക് ഉള്ളൂ. ആയതിനാൽ അശ്വതി നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രമായിട്ടും നാളത്തെ ദിവസം തന്നെ സ്വീകരിക്കേണ്ടതാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മേടൻ രാശിയിലെ ജനനവും 3-ൽ വ്യാഴവും 12-ൽ ശനിയും 11-ൽ രാഹുവും സഞ്ചരിക്കുന്ന സമയം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ചാരവശാൽ വ്യാഴത്തിൻ്റെ 4-ലേക്കുള്ള മാറ്റം അനുകൂലമാണ്. ജന്മശനി പലവിധ ക്ലേശങ്ങളും ഉണ്ടാക്കിത്തരും. രേവതി നക്ഷത്രത്തിൻ്റെ ഗണം മനുഷ്യഗണവും ഭാഗ്യരത്നം മരതകവും മഞ്ഞപുഷിരാഗവും ഭാഗ്യരത്നമായിട്ട് ധരിക്കാം. ഭാഗ്യസംഖ്യ 5, 7, 9 ഇവയാണ്. രേവതി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ബുധദശയാണ്. ബുധദശ 17 വർഷമുണ്ടെങ്കിലും ശരാശരി 8 വർഷമായിട്ട് ബുധദശയെ കൽപ്പിക്കാം. ശേഷം കേതുർദശ 7 വർഷക്കാലം, ശുക്രൻ 20 വർഷക്കാലം, ആദ്യത്തിന് 6 വർഷക്കാലം, ചന്ദ്രൻ 10 വർഷക്കാലം. ഇങ്ങനെയാണ് ഇവരുടെ ദശ കണക്ക് വിവരം വരുന്നത്. ഇവരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പൊതുവെ സൗമ്യരായിരിക്കും. എല്ലാ കാര്യങ്ങളും സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവരും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഭാഗ്യവും നേടിയെടുക്കുന്നവരും സ്വപ്രയത്നത്തിലൂടെ ജീവിതത്തിൻ്റെ വിജയം കൈവരിക്കുന്നവരും എന്തൊരു കാര്യത്തെയും തന്മയമായിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരും സ്വന്തം കാര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും സ്വന്തം കുടുംബത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അമിതമായിട്ടുള്ള ഈശ്വരവിശ്വാസവും ഇവരിൽ പ്രകടമായി കാണാം. എന്നിരുന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളെയൊക്കെ തുറന്നു പറയുന്നതിനും മടി കാണിക്കുകയും എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നതിന് ഒരു വിശേഷമായിട്ട് കഴിവ് ഇവരെ സംബന്ധിച്ച് പറയാവുന്നതാണ്. കുടുംബജീവിതത്തിൽ സന്താനങ്ങളോട് വളരെയധികം പ്രാധാന്യം ഇവർക്കുണ്ടായി. വ്യാഴമാറ്റം ഇവരെ സംബന്ധിച്ച് അനുകൂലമാണ്. ശനിയുടെ മാറ്റം പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇട നൽകാം. നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ച് വിശേഷിച്ചാൽ വ്യാഴാഴ്ച കൂടിയാണ്. പൊതുവെ ഗുണപരമായിരിക്കും. എങ്കിൽ തന്നെയും കുടുംബസ്ഥാനത്ത് പലവിധത്തിലുള്ള അസ്വസ്ഥതകളും വരാം. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് തർക്കിക്കേണ്ടി വരുന്നതോ കണക്ക് പറയുന്നതോ മനോവിഷമതകൾക്ക് കാരണമായേക്കാം. ഉദരസംബന്ധമായിട്ടുള്ള ക്ലേശത്തെ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. വീഴ്ച, ശരീരക്ഷതം ഇവ വരാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ച് നാളത്തെ ദിവസത്തെ ദോഷങ്ങളൊക്കെ നീങ്ങി ശുഭഫലങ്ങൾക്കായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി കുമാരസൂക്തത്താൽ അർച്ചന നടത്തുന്നതും സന്താനങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നതിനായി ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ അമ്മമാർ ഭജിക്കുന്നതും ഉത്തമമായ ഫലത്തെ നൽകും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കേതുർദശയും ശേഷം ശുക്രദശയും കൂടിയാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കയറി വരിക. വിദ്യാഭ്യാസത്തിന് മടി ആലസ്യത മാറുന്നതിന് വേണ്ടി കുട്ടികളുടെ പേരിൽ രാജഗോപാല മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ നടത്തുന്നതും ഉത്തമമായിരിക്കും. തൊഴിൽപരമായിട്ട് ശ്രമിക്കുന്നവർ തടസ്സങ്ങൾ നീങ്ങി ശുഭഫലത്തിനായി നാളത്തെ ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാജഗോപാല മന്ത്രപുഷ്പാഞ്ജലി നടത്തുന്നതും വിശേഷമായ ഫലത്തെ നൽകുന്നതാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പൊതുവെ ഗുണപരമായിരിക്കും. ഏറെക്കാലമായി നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം. ഏറെ നാളായി പിണങ്ങി നിന്നിരുന്ന സ്വജനങ്ങളുമായിട്ട് ഐക്യതയിൽ വരുന്നതിനും കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തൊരുമിച്ച് കഴിയുന്നതിനുമുള്ള സാഹചര്യത്തിൽ നാളത്തെ ദിവസം പറയാം. തൊഴിൽപരമായിട്ട് ശ്രമിക്കുന്നവർക്കും നാളത്തെ ദിവസം അനുകൂലമായ തീരുമാനത്തെ വരും. പുതിയ സംരംഭങ്ങൾക്കുള്ള തീരുമാനങ്ങൾക്ക് കൈക്കൊള്ളാനും നാളത്തെ ദിവസം അനുകൂലമായിരിക്കും. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 3-ാം ഭാവത്ത് വ്യാഴം സഞ്ചരിക്കുന്നത് പലവിധത്തിലുള്ള ക്ലേശങ്ങൾക്കും മനോധൈര്യക്കുറവിനും ഇട നൽകും. രോഗാദി ക്ലേശങ്ങൾക്കും 3-ലെ വ്യാഴം കാരണമായേക്കാം. 12-ലെ ശനി 7-ര ശനിയുടെ കാലമാണ്. ആയതിനാൽ ഇനി അങ്ങോട്ടുള്ള സമയം പലവിധ മനോക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരാദി ക്ലേശങ്ങൾക്ക് ഇട നൽകുന്നതിനാൽ വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏഴര ശനി ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ശാസ്താക്ഷേത്രത്തിൽ എള്ളുകിഴി നടത്തുക,
വ്യാഴത്തിൻ്റെ 3ലെ സ്ഥിതി അങ്ങോട്ട് ചെയ്യുന്ന ഉപകാരം പോലും പലപ്പോഴും തിരിച്ചു കിട്ടണം എന്നില്ല. ആയ കാര്യങ്ങൾക്കൊക്കെ മനോവിഷമതകൾ ഉണ്ടാകാതെ സധൈര്യം മുന്നോട്ട് പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്വനക്ഷത്രക്കാരെ സംബന്ധിച്ച് ദശാനാഥൻ കേതുവാണ് വരുന്നത്. ശേഷം ശുക്രദശ 20 വർഷക്കാലം, ശേഷം ആദിത്യന് 6 വർഷം, ചന്ദ്രൻ 10 വർഷം, ചൊവ്വ 7 വർഷം, രാഹു 18 വർഷം. പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടം ശുക്രദശയാണ്. ആയതിനാൽ പൊതുവെ വിദ്യാഭ്യാസ രംഗം ശുഭം തന്നെ ആയിരിക്കും. ശേഷം വരുന്ന വിവാഹാദി ജീവിതം ആദിത്യ ദശയിൽ വരുന്നതിനാൽ വിവാഹാദി ബന്ധങ്ങൾ സ്വീകരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദാമ്പത്തിക ജീവിതവും ഗുണപരമായിരിക്കുമെങ്കിൽ തന്നെയും ശുഭാശുഭ ദോഷങ്ങൾ മാറി മാറി അനുഭവഫലമായി യോഗ്യമായിക്കൊണ്ടിരിക്കും. അശ്വനക്ഷത്രക്കാരെ സംബന്ധിച്ച് ദോഷശാന്തിക്കായി നാളത്തെ ദിവസം സർപ്പസ്ഥാനത്ത് ദർശനം നടത്തി 100 പാലും നടത്തുന്നതും, വിശേഷമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമ അർച്ചന നടത്തുന്നതും ദോഷങ്ങൾ മാറി ശുഭഫലത്തെ നൽകുന്നതാണ്. എല്ലാവർക്കും ദോഷങ്ങൾ നീങ്ങി ശുഭകരമായ ഒരു ദിവസത്തെ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.